ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വെട്ടിക്കോട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. വെട്ടിക്കോട്ട് അമ്പലത്തിൽ കുറേ നാളുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും പോകും എന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണ ഞായറാഴ്ചകളിലാണ് നമ്മൾ അമ്പലത്തിൽ പോകാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു തിരക്കൊന്നും ഇല്ലാതെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകല്ലേ, അപ്പോൾ തിരക്കില്ലാതെ നല്ല രീതിയിൽ തൊഴാലൊന്നും ചെല്ലുക. നമ്മൾ ഞായറാഴ്ച അല്ലാത്തൊരു ദിവസം നമ്മൾ പോയത്. നല്ല തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തൊഴാനും ഒക്കെ പറ്റി. നമ്മളപ്പോൾ പോകുന്ന ആ സൈഡിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഞായറാഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയതായിട്ട് കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം തന്നെ ചോട്ട് പോകാനാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞായറാഴ്ച വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. അവൻ വിചാരിച്ചത് എല്ലാ ദിവസവും കടകളുണ്ട്, അവന് കളിപ്പാട്ടമൊക്കെ എല്ലാം വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ വന്നതാണ്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് കടകളൊന്നും ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ആകെപ്പാടെ നിരാശയിലായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പം അന്നേരം അത് ആരാന്നൊക്കെ എന്നോട് കുഞ്ഞാറ്റെ ചുടുമോനും ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു പരശുരാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷേ എഴുതി വെച്ചിരുന്നൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും നടക്കണം, കുറച്ച് ദൂരം കൂടെ നടന്ന് വേണം നമുക്ക് അമ്പലത്തിലെത്താനായിട്ട്. അപ്പം ഇങ്ങനെ നടക്കുമ്പോഴിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുഞ്ഞാറ്റെ എനിക്കത് വേണം, ജ്യൂസ് വേണം, അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ് ആളെ നടത്തുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിലെത്തിക്കഴിഞ്ഞ് നമുക്കിനി കുളത്തിലിറങ്ങി നമുക്ക് കാലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ആൾക്ക് കുളത്തിലിറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴേ കുഞ്ഞാറ്റയ്ക്ക് വേണം പേടിയാ. കുഞ്ഞാറ്റയ്ക്ക് അമ്മയെ എനിക്ക് പേടിയാ, അമ്മയെ കുളത്തിലിറങ്ങാൻ പേടിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആളെ ഞാൻ പിന്നെ കുളത്തിലിറക്കി കാലൊക്കെ കഴുകിക്കുക. കുളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രശ്നമില്ല, അവൾക്ക് പിന്നെ പേടിയില്ല. മീനിന് എനിക്ക് പേടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചൂട്ടുമോനാണെങ്കിൽ മീനെ പിടിക്കാനായിട്ട് നോക്കുക. പക്ഷെ മീനെ പിടിക്കാനായിട്ട് കൈ നിൽക്കുന്നില്ല, പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് വഴിപാട് എഴുതിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇനിയും വഴിപാട് എഴുതിക്കാണ്. നമ്മൾ കുടുംബാർച്ചനയാണ് എഴുതുന്നത്. അപ്പോൾ കുടുംബാർച്ചന എഴുതുന്ന സമയത്താണെങ്കിൽ ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഓരോ പണികൾ കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞാറ്റാണ് അവിടെ ഒന്ന് വീണിട്ട് തന്നെ എഴുന്നേറ്റ് അമ്മയും ഞാൻ വീണു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് ഇറങ്ങി. നമ്മൾ പിന്നെ ഇനി അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമുക്കിപ്പം അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് പേടിയാണ് അകത്തെങ്ങാണം വെച്ച് എന്തെങ്കിലും ഫോൺ പറഞ്ഞോണ്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ അകത്തെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നിലവറയിലൊക്കെ പോകാനായിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ നിലവറയിലേക്ക് നടക്കുക. നിലവറയിൽ ചെന്ന് അവിടെയൊക്കെ നമ്മൾ തൊഴുതു എല്ലാവരും തൊഴാനായിട്ട് പോവാം. അങ്ങനെ നമ്മൾ നിലവറയിലും അതിനിപ്പുറത്ത് വേറെ എന്തുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ നമ്മൾ തൊഴുതിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് കുറേ കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ച് അമ്പലത്തിൽ വന്ന് അവിടെ കുറച്ച് സമയമൊക്കെ ഇരിക്കുകയും പിന്നെ നമ്മൾ ഇങ്ങനെ അവിടെയൊക്കെ കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ടാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇരുന്നിട്ട്. അപ്പം ആ സമയത്ത് രണ്ടുപേരും അടങ്ങിയിരിക്കാത്ത കാരണം നമുക്ക് കൂടുതൽ സമയം നമുക്ക് അമ്പലത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഗോലി സോഡ വേണമെന്ന് പറഞ്ഞു. അവന് അങ്ങനെ ഗോലി സോഡ വേണമെന്ന് പറഞ്ഞ് ഗോലി സോഡ എടുത്ത് നമുക്ക് പൊട്ടിക്കാൻ അറിയത്തില്ല. ഞാൻ നോക്കിയിട്ടും പറ്റുന്നില്ല, അവൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ അകത്തിരുന്ന ഒരു അങ്കിളിനെ കൊണ്ട് അവനത് പൊട്ടിച്ചിട്ട് വന്ന് കുടിക്കുക. ബ്ലൂബെറിയുടെ ആയിരുന്നു. അവനത് ആദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവന് ടേസ്റ്റ് ആയിട്ട് പിടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റയ്ക്ക് കൊടുത്ത് കുഞ്ഞാറ്റ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവനും കുടിച്ച്, പിന്നെ ഞാനും കുടിച്ച്. അന്നേരത്തേക്ക് അവൾക്ക് ജെംസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് പിന്നെ ജെംസൊക്കെ വാങ്ങി. എന്നിട്ട് സോഡ ഒഴിക്കാത്തിൽ ഗോലി വേണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിടുന്നതാണത്. എന്നിട്ട് അതൊക്കെ വാങ്ങി എല്ലാം എടുത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുക. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട 10 രൂപ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.